ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇപ്പം ഈ വ്ളോഗിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ഇത് ഞാൻ അവളെ അറിയാണ്ട് എടുക്കുന്ന വ്ളോഗാണ്. സോ എന്താന്ന് വെച്ചാൽ അവളുടെ ബർത്ത്ഡേ ആണ്, മറ്റന്നാൾ അവളുടെ ബർത്ത്ഡേ ആണ്, ജൂലൈ 29. സോ ആദ്യയുടെ ബർത്ത്ഡേ ആണ്. സോ അതുകൊണ്ട് അവൾ അറിയാണ്ട് ഒരു സർപ്രൈസ്, ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ ചെയ്യാമെന്നാണ് നമ്മളൊരു പ്ലാന്. സോ ഞാൻ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് അവരോട് ചോദിച്ചു അങ്ങനെ എന്തെങ്കിലും ഒരു പരിപാടി സെറ്റ് ചെയ്യാമെന്നാണ് പ്ലാന്. അപ്പോൾ അത് അങ്ങനെ എന്തൊക്കെ സെറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പതിയെ ഓരോന്നായിട്ട് കാണിക്കാം. അപ്പോൾ അത് ഇവിടെ അറിയാണ്ട് എങ്ങനെയും ചെയ്തൊരു സക്സസ് ആക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ എന്തെങ്കിലും പ്രാങ്ക് പോലെയൊക്കെ എന്തെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ആലോചിക്കുന്നു. ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. സോ അതിനു മുമ്പ് എന്തായാലും കുറച്ച് ബർത്ത്ഡേ അല്ലേ, അപ്പോൾ കുറച്ച് എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റൊക്കെ എന്തെങ്കിലും സെറ്റ് ചെയ്യാമെന്നാണ് ആലോചിച്ചത്. അവൾക്ക് എന്തോ പെർഫ്യൂം ഭയങ്കര ഇഷ്ടമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു പെർഫ്യൂം എന്തെങ്കിലും ഒരു നല്ലതൊന്ന് വാങ്ങിയിട്ട് വരാമെന്നാണ് ഇപ്പം എൻ്റെ പ്ലാന്. സോ അതിനുവേണ്ടി ഞാനിപ്പോൾ ഇറങ്ങാം. അപ്പോൾ ബാക്കിയുള്ള ബർത്ത്ഡേ സർപ്രൈസ് പ്ലാനൊക്കെ ഞാൻ ഓരോന്നായിട്ട് ഈ ബ്ലോഗിൽ അങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം. ഇത് അവൾ അറിയാണ്ടാണ് ചെയ്യുന്നത്. സോ എത്ര സക്സസ് ആവുമെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നെന്തോ വൈകിട്ട് എത്തുമെന്നാണ് പറഞ്ഞത്. അതിനു മുമ്പ് എനിക്ക് ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ കുറച്ച് ഡെക്കറേഷൻ ഐറ്റംസ് എന്തെങ്കിലും വാങ്ങിച്ചു വെച്ചാൽ അപ്പോൾ അതും നമുക്ക് ഓരോന്നായിട്ട് ആ ബർത്ത്ഡേയുടെ കേക്ക് മുറിക്കുന്ന സമയത്ത് സെറ്റ് ചെയ്യാമെന്ന് ആലോചിച്ചു. സോ അതും കൂടെ വാങ്ങാൻ പോവാം. സോ അത്രേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടുന്ന് ഇറങ്ങുന്നു. ഇനി ആ ബാക്കിയുള്ളത് അവിടെ ചെന്നിട്ട് കാണിക്കാം. ഹലോ ഗായ്സ്, ഞാൻ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി ഇതേ വണ്ടിയുടെ അടുത്തെത്തി. ഞാൻ ഇന്നലെ വണ്ടി വാഷ് ചെയ്ത് നല്ല വൃത്തിക്കാക്കി വെച്ചിട്ടുണ്ട്. വണ്ടിയൊക്കെ വാഷ് ചെയ്യുമ്പോൾ എന്താ ഒരു സുഖം, നല്ല വൃത്തിക്കുണ്ടെങ്കിൽ. ഇപ്പം മഴയും കൂടെ ആയതുകൊണ്ട് നല്ല ചളി പിടിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ കുറച്ച് വാഷ് ചെയ്ത് ഒന്ന് സെറ്റാക്കി ഇനി ഇതെടുത്താൽ നമുക്ക് അങ്ങോട്ട് പോവാം. ഞാൻ പോകുന്നത് ഇപ്പോൾ ഗ്രാൻഡ് മാളിലാണ് പോകുന്നത്. ലൈഫ് സ്റ്റൈലിൽ നല്ല പെർഫ്യൂം ഉണ്ടെന്നാണ് ജയന്ത് പറഞ്ഞത്. നല്ല ബ്രാൻഡ് പെർഫ്യൂമൊക്കെ കിട്ടുമെന്ന് പറഞ്ഞാൽ. അപ്പോൾ അവിടെ പോയിട്ട് നോക്കാം, എന്നിട്ട് ഏതെങ്കിലും ഒന്ന് സെറ്റാക്കിയിട്ട് വരാം. പോയി കിട്ടുമോ എന്ന് നോക്കാം. ഇനി ബാക്കിയുള്ളത് അവിടെ ചെന്നിട്ട് കാണാം. ഗ്രാൻഡ് ഇനി ലൈഫ് സ്റ്റൈലിൽ പോകണം. ലൈഫ് സ്റ്റൈൽ എവിടെയാണെന്ന് നോക്കാം. ഗായ്സ്, ഞാൻ മൂഞ്ചി. ലൈഫ് സ്റ്റൈൽ ക്ലോസ്ഡ് ആണെന്ന് തോന്നുന്നു. ഇതുവരെ ഓപ്പൺ ആക്കിയിട്ടില്ല. ഓപ്പൺ ആക്കാത്തതാണോ ക്ലോസ്ഡ് ആണോ എന്നറിയില്ല. ഞാനൊരു 12 മണിക്ക് എത്തിയത്, ഇതുവരെ തുറന്നിട്ടില്ല. ചിലപ്പം നെറ്റിൽ നോക്കിയിട്ട് 11 ഓപ്പണിംഗ് ടൈം 11 ആയിരുന്നു. അപ്പോൾ ഇതുവരെ തുറന്നിട്ടില്ല. 12 ഇന്ന് ക്ലോസ്ഡ് ആണെന്ന് അറിയില്ല. എവിടെയെങ്കിലും ചോദിച്ചു നോക്കാം ആരുടെ അടുത്തേലും. ഞാൻ താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ വന്നു. ഇവിടെയും ക്ലോസ്ഡ് ആണ്. എന്തെങ്കിലും ഹോം സെൻറ്റർ ഈസ് ഓപ്പൺ, വിസിറ്റ് 2nd ഫ്ലോർ. ഇവിടെ ഒന്നും എഴുതിയിട്ടില്ലല്ലോ. ഓപ്പണിംഗ് സൂൺ. ഞാൻ ഇവിടുത്തെ സെക്യൂരിറ്റി അടുത്ത് ചോദിച്ചു. പുള്ളി പറഞ്ഞ് ക്ലോസ് ആയിരുന്നു, ഇവിടെ നിന്ന് നിർത്തിപ്പോയെന്നാണ് പറയുന്നത്. അപ്പോൾ ഗ്രാൻഡ് മാളിൽ ലൈഫ് സ്റ്റൈൽ ഇനിയില്ല. എല്ലാവരും അറിഞ്ഞല്ലോ, ഇനി ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല. അപ്പം ഞാനിനി വേറെ എവിടെയെങ്കിലും ലൈഫ് സ്റ്റൈലുണ്ടോ എന്ന് നോക്കട്ടെ. വെറുതെ ഇവിടം വരെ വന്ന് മൂഞ്ചിയല്ലോ ഗൈസ്. എന്നാലും കുഴപ്പമില്ല, വേറെ നോക്കാം, ഇതൊക്കെ ഉണ്ടാവും. യെസ്, ഞാൻ അവിടുന്ന് ഇറങ്ങി ഒബ്രോ മോളിൽ പോകാമെന്ന് ഓർത്തു. ഒബ്രോ മോളിൽ ഞാൻ പണ്ടൊരു ഷോപ്പ് കണ്ടിട്ടുണ്ട്, അവിടെ കിട്ടുമെന്നാണ് തോന്നുന്നത്. അവിടെ എന്തെങ്കിലും പെർഫ്യൂം ഉണ്ടോ എന്ന് നോക്കാം. നോക്കിയിട്ട് അവിടെയും കിട്ടിയില്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും ചെയ്യാം. ഇനി ഓപ്ഷനൊന്നും ഇല്ല. നല്ല മഴ പെയ്യും തോന്നുന്നു, നല്ല കാറ്റൊക്കെ തുടങ്ങി മഴ പെയ്യുമെന്നാണ് തോന്നുന്നത്. ഞാൻ എന്തായാലും പെടും. അപ്പോൾ ട്രാപ്പ് ആവുന്ന മുമ്പ് എത്രയും പെട്ടെന്ന് ഇതൊന്ന് സെറ്റാക്കിയിട്ട് ഇവിടുന്ന് ഇറങ്ങാം. അപ്പോൾ ഇനി ഓബ്രോ മോളിൽ കയറി നോക്കാം. ഇവിടെ പെർഫ്യൂം ഇല്ല, അത്തറ് മാത്രമേ ഉള്ളൂ ഗായ്സ്. ഇത് അത്തറില്ലേ? അതത്തറില്ലേ ഇപ്പോൾ ഇവിടുന്ന്? ആ 3500. ഹലോ ഗായ്സ്, ഇവിടെ ഒരു ഫോട്ടോ ഫ്ലാഷ് ബാക്ക് അങ്ങനെ ഒരു പുതിയ എന്തോ ഒരു സെറ്റപ്പ് ലുലുവിൽ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അവിടെ ഒബ്രോണിൽ നോക്കി, അവിടെയും കിട്ടിയില്ല പെർഫ്യൂം. നമ്മൾ എക്സ്പെക്ട് ചെയ്ത സാധനമൊന്നും കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഇവിടെ നെറ്റിൽ നോക്കിയപ്പോൾ നൈക്കയിലുണ്ടായിരുന്നു. അപ്പോൾ ലുലുവിൽ നൈക്കുണ്ട്. അപ്പോൾ ലുലുവിൽ ഞാൻ കയറി. ഇനി നൈക്കയിലൊന്ന് കയറി നോക്കാം. നൈക്കയിലുണ്ടെങ്കിൽ എടുക്കാം, അതും ഇല്ലെങ്കിൽ പിന്നെ ഇനി വേറെ എന്തെങ്കിലും ചെയ്യണം, നോക്കാം. ഞാൻ ലുലു ഫാഷനിലൊന്നും റീബൂം. ഇത് എത്ര ലാസ്റ്റ് ചെയ്ത്? ഇതൊരു 4 to 6 hours ലാസ്റ്റ് ചെയ്യുന്നു. ഇതില്ലേ റീബോൺ എന്നല്ലേ? ഇതൊരു റീബോൺ.
മൈൽഡ് ആണോ ഫ്ലേവർ ഇത്? ലൈറ്റ് വേരിയൻ്റ് ആണ്. ഏതാ ഇത് ഫ്ലേവർ വരുന്നത് അറിയോ? ഇതാണ്, ഇതൊരു സിട്രസ് അക്വ ഫ്രാഗ്രൻസ് ആണ്. സിട്രസ് അല്ല, ഇത് അക്വാനോട്ടാണ് വരുന്നത്. എത്രയാ പ്രൈസ് വരുന്നത്? ഇത് വരുമ്പോൾ 5750. ഇതേതാ? ഇത് വരുന്നത് സീറോസ്. കുറച്ചും കൂടെ ബെറ്റർ ഇതാണ്. ബ്ലൂ ഇതാണോ? സീറോസ് ആണോ? സ്മെല്ലേഴ്സ് ബെറ്റർ കുറച്ചും കൂടെ ഇതാണ്. അത് റോസിന്റെ ഒരു ഫ്ലേവർ ആയിട്ട്. അതൊരു ഫ്ലോറൽ ടച്ച് ആണ് വരുന്നത്. ഇത് സെയിം ആണോ ലാസ്റ്റ് ചെയ്യുന്നത്? ഒരു 4. ഇത് EDT. ഇത് EDT അല്ലേ? ഇത് EDT ആണ്. ഓക്കെ. EDP ഇട്ടേക്കുന്നത് ഇത് പെർഫോം ഇൻറ്റൻസ് ആണ്. ഇതാണ്. ഓക്കെ. നമ്മൾ വിക്ടോറിയ സീക്രട്ടിൻ്റെ സ്റ്റോറിൽ തന്നെ വന്നു ഗൈസ് ഫൈനലി. ഇവിടുന്ന് നമ്മളെ പെർഫ്യൂം വാങ്ങി. ഗൈസ് നമ്മൾ വിക്ടോറിയ സീക്രട്ടിൽ നിന്ന് പെർഫ്യൂം വാങ്ങി ഇനി ഫ്ലാറ്റിലേക്ക് പോവുക. നല്ല മഴയുണ്ട്, എങ്ങനെ കൊണ്ടുപോകുമെന്നറിയില്ല, എങ്ങനെയും കൊണ്ടുപോവാം. ഞാൻ ഫ്ലാറ്റിലെത്തി ഗൈസ്. ഞാൻ കഴുകി കൊണ്ടുപോയ എൻ്റെ വണ്ടി ഇത് അവസ്ഥ നോക്ക്, ചളി അടിച്ച് പിന്നെയും സീനായി. ഇനി പിന്നെയും കഴുകണം, മഴയായതുകൊണ്ടൊന്നും പറയാനില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ സാധനം വാങ്ങിയിട്ടുണ്ട്. ഇനി ഇതേപോലെ അറിയാണ്ട് നമുക്ക് അവളുടെ ബർത്ത്ഡേക്ക് സർപ്രൈസ് ആയിട്ട് കൊടുക്കാം. സോ ഇത്രേ ഉള്ളൂ നമ്മുടെ ബർത്ത്ഡേ പ്രിപ്പറേഷൻസ്. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷനും പ്രാങ്കും എല്ലാം കാണിക്കാം. സോ വെയിറ്റ് ആൻഡ് സീ. ബൈ ഗൈസ്.